വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞതോ ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തങ്ങായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തങ്ങായിട്ട് നന്നായിട്ട് ഈ സബോള നന്നായിട്ടൊന്ന് വാടി വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. സബോള അധികം വെന്ത് ഉടഞ്ഞു പോകേണ്ട, ഈ രീതിയിൽ നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടി ചേർത്തങ്ങായിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തിലേക്ക് നന്നായിട്ട് തന്നെ വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തങ്ങായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തങ്ങായിട്ട് ഒരു 1-2 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തങ്ങായിട്ട് മസാലക്കൂത്ത് മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. എരിവ് പിന്നെ നമ്മുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള പച്ചമുളകാണെങ്കിലും മുളക് പൊടി ആണെങ്കിലും അത്യാവശ്യം എരിവുള്ളതാണ്. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചങ്ങായിട്ട് ഉടച്ചങ്ങായിട്ട് ഇതിലേക്ക് ചേർത്തങ്ങായിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തങ്ങായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരാൻ വേണം. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തങ്ങായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ മസാലയിൽ മിക്സായിട്ട് ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് വൈറ്റ് ബ്രെഡ് എടുത്താലും മതി. നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയെടുത്ത മസാല വെച്ചിട്ട് ഒരു 6 സാൻഡ്വിച്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്ത ഈ ബ്രെഡിലേക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മസാല ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ചീസ് സ്ലൈസും കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ആക്കിയ ശേഷം വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സാൻഡ്വിച്ചും റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് മസാല ഒക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തങ്ങായിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത എഗ്ഗിൽ നിന്ന് പകുതി ഈ പാനിലേക്ക് ഒഴിച്ചങ്ങായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന സാൻഡ്വിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിങ്ങായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഈ എഗ്ഗ് വെച്ചിങ്ങായിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ അടിവശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഈ രീതിയിലൊന്ന് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ കുക്ക് ചെയ്യാത്ത ഭാഗം അടിയിലേക്ക് വരുന്ന വിധത്തിൽ എഗ്ഗ് ഒഴിച്ച ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട ശേഷം കൂടുതലായിട്ടുള്ള എഗ്ഗ് ഇതുമ്പോഴേക്ക് തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സാൻഡ്വിച്ചും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് എല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നമ്മൾ നോർമൽ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ സാൻഡ്വിച്ച് റെഡി ആക്കിയെടുക്കുമ്പോൾ. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്